ഇപ്പോൾ യൂണിയൻ നേതാവ് വി ശശിധരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ശശിധരൻ, BLOമാരുടെ ഈ ജോലിഭാരം അത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ല. ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലിയാണ് 2 ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കാൻ ആവശ്യപ്പെടുന്നത്. ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട്ട് ഒരു BLOക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ജീവനക്കാർ ഇതിനോട് പ്രതികരിക്കാൻ ഒരുങ്ങുന്നത്? ഇന്ന് പ്രതിഷേധം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. യൂണിയൻ അടക്കമുള്ള സംഘടനകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെ നേരിടാനാണ് ഈ SIRന്റെ ഈ തിടുക്കപ്പെട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ച്? ഇപ്പോൾ SIRന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനുഷ്യ സഹജമല്ലാത്ത സാധ്യമല്ലാത്ത ജോലിയാണ് BLOമാരെ കൊണ്ട് ചെയ്യിക്കുന്നത്. പലതരത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും അവരുടെ മേലെ ചെലുത്തുകയാണ്. ഇപ്പോൾ കോഴിക്കോട് കൊടുത്ത നോട്ടീസ് മാത്രമല്ല, പീരുമേടും മറ്റു പലയിടങ്ങളിലും ഇതുപോലുള്ള സമാനമായ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൺ വഴിയുള്ള ഭീഷണിയും സമ്മർദ്ദവും മറ്റു തരത്തിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ അനീഷ് ജോർജിന്റെ മരണം സമ്മർദ്ദമല്ലെന്ന് ജില്ലാ ഭരണാധികാരി റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. എത്രമാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അനീഷ് ജോർജിന്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത് ജോലി സമ്മർദ്ദമാണ് എന്ന്. ഇല്ലെങ്കിൽ ഭരണാധികാരികൾ, ഈ ഇലക്ഷൻ ഭരണാധികാരികൾ പറയണ്ടേ എന്തുകൊണ്ടാണ് ഈ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന്. അങ്ങനെ വലിയ രീതിയിൽ ആളുകളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ 7 ആയുർവേദ ഡിസ്പെൻസറിയിലുള്ള ഒരു അറ്റൻഡർ ഇതുപോലെ സമ്മർദ്ദത്തിൽപ്പെട്ട് പ്രഷർ കൂടി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ്. എറണാകുളത്തുള്ള ട്രേഡ് ഇൻസ്ട്രക്ടർ, അദ്ദേഹം കൊല്ലം ജില്ലയിൽ BLO ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹവും വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ആശുപത്രിയിലായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഇനി ഇതുവരെ അവരെ കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യിക്കുന്നത് ഫോറം വിതരണത്തിലാണെങ്കിൽ അതിനേക്കാൾ വലിയ ചുമതലയാണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഈ ഫോറം തിരിച്ചു വാങ്ങിക്കലും പൂരിപ്പിക്കലും ആ പൂരിപ്പിച്ച ഫോറം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യലും അതിലെ വിവരങ്ങൾ വീണ്ടും രേഖപ്പെടുത്തലും ഒക്കെ ഈ BLOമാരാണ് ചെയ്യേണ്ടത്. എത്രമാത്രം ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെ പലവട്ടം വീടുകളിൽ പോയാൽ ആളുകളെ കാണുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും നിരവധിയാണ് സംശയം. ജനങ്ങൾക്ക് സംശയമുണ്ട്. ഈ സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം BLOമാർക്കാണ്. BLOമാർ ജനങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു. എല്ലാറ്റിനും പുറമെ ഭീഷണിയുടെ അച്ചടക്ക നടപടിയുടെ ഭീഷണിയുമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ഇറങ്ങുകയാണ്. BLOമാരാകട്ടെ ഭൂരിഭാഗം പേരും വനിതകളും പുതിയ ആളുകളുമാണ്. അവർക്ക് ഭൂപ്രദേശത്തെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത കുറെ ആളുകളുണ്ട്. ഇങ്ങനെ ഈ ജോലി ഒരു മാസത്തിനകം ചെയ്യണമെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായും ഇലക്ഷൻ കമ്മീഷൻ SIR നീട്ടിവെക്കണം.